പ്രമുഖ കയറ്റുമതി വ്യവസായി മുംതാസ് അലിയുടെ മൃതദേഹം കുളൂർ പാലത്തിനടിയിൽ നമ്മുടെ അർജുൻ്റെ സമയത്ത് എല്ലാവരും പരിചിതനായ ഈശ്വർ മാൽപേ രംഗത്ത് വന്നിരിക്കുന്നു. കൊച്ചി പൽവേൽ ഹൈവേ 66 ആ റോഡിൽ തന്നെയാണ് കുളൂർ ബ്രിഡ്ജ് ഉള്ളത്. ഫൽഗുനി പുഴയുടെ ഒഴുകുന്ന പുഴയുടെ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് കുളൂർ. അത് നാഷണൽ ഹൈവേ 66 തന്നെയാണ് ആ ബ്രിഡ്ജ്. പക്ഷെ ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് പ്രമുഖ വ്യവസായി മുംതാസ് അലിയുടെ കാറ് കിടപ്പുണ്ട്. ആ കാറിൽ ഒരു ഇടിയുടെ പാടുണ്ട്. കാറിന്റെ സമീപത്ത് തന്നെ മുംതാസ് അലിയുടെ മൊബൈൽ ഫോൺ കിടപ്പുണ്ട്. അതിനടുത്ത് കാറിന്റെ ചാവിയും കിടക്കുന്നു. പോലീസിന്റെ പ്രാഥമികമായ നിഗമനം ഇതൊരു ആത്മഹത്യയാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ അതിനോട് യോജിക്കാൻ കഴിയില്ല. ആ പാലത്തിന്റെ അവിടെ ഈ വാഹനം, ഈ ലക്ഷറീസ് ആയ ഈ വാഹനം ഒരു വശം ഇടിച്ചു കാണുന്നുണ്ട്. ഒരു അസ്വാഭാവികത അവിടെ തന്നെയുണ്ട്. കാറിന്റെ കീ ആ റോഡിൽ തന്നെ ഇട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണ് ആ കീയുടെ സമീപത്തും കിടക്കുന്നു. കയറ്റുമതി വ്യവസായിയായ ഇദ്ദേഹം ബാംഗ്ലൂരാണ് തൻ്റെ ആക്ടിവിറ്റികൾ. കോൺഗ്രസ് മുൻ MLA മൊഹിയുദ്ദീൻ്റെ സഹോദരനാണ്. മുൻ ജനതാദൾ MLCയുടെ BA ഫറൂഖിൻ്റെ സഹോദരനാണ്. നല്ല സ്വാധീനമുള്ള രണ്ട് വ്യക്തികളാണ് സഹോദരങ്ങൾ. ഇദ്ദേഹം ബാംഗ്ലൂർ കയറ്റുമതി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നത് ശനിയാഴ്ച വെളുപ്പിന് 3 മണിക്ക് പിതാവ് കാറിൽ വീട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് തിരിച്ചു എന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് പോകുമ്പം അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം വാട്സാപ്പിൽ താനെ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ തനിക്കുണ്ടാകുന്ന ഭീഷണി, തനിക്കുണ്ടാകുന്ന വധശ്രമം, ഇതേപ്പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ചെറിയ സൂചന അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന് എതിരായി ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് ചില വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇദ്ദേഹം കുടുംബമായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. കുടുംബത്തിലെ ഈ സംഭവത്തിന് ശേഷം വളരെയധികം പ്രശ്നങ്ങളുണ്ടായി. അതേസമയത്ത് 50 ലക്ഷം രൂപ മുംതാസ് അലി ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഇദ്ദേഹത്തിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു 6 ലക്ഷം രൂപ തട്ടിയെടുത്തതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റഹ്മത്ത്, അബ്ദുൽ സത്താർ, ഷാഫി, മുസ്തഫ, സുഹൈബ്, സിറാജ് എന്നിവർക്കെതിരായിട്ട് മുംതാസ് അലിയുടെ സഹോദരൻ ഹൈദരാലി ഒരു പരാതി കൊടുത്തിട്ടുമുണ്ടെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ത്രെട്ടുണ്ട്. 50 ലക്ഷം രൂപ ഇദ്ദേഹത്തിനെ തട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ തകർക്കാൻ നോക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദമുണ്ട്. എല്ലാം കൊണ്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത പറയുന്നുണ്ട്. പക്ഷേ ആ കാറിന്റെ കിടപ്പും ആത്മഹത്യ ചെയ്ത കാറിൽ തന്നെ കീ വെച്ചിട്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ പോവുള്ളൂ. അല്ലെ വാഹനം എവിടെയെങ്കിലും ഒതുക്കി ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ വാഹനത്തിൻ്റെ ഒരു വശം ഇടിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ വാഹനത്തിൻ്റെ സൈഡിലെ തന്നെ റോഡിലെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ട്. ആ വാഹനത്തിൻ്റെ കീ വെച്ചിട്ടുണ്ട്. ഒരു അസ്വാഭാവികത അക്കാര്യത്തിൽ തോന്നുന്നുണ്ട്. ഏതായാലും കർണാടക പോലീസ് അവിടെ എത്തി. അവിടുത്തെ മാൽപേ, നമുക്കെല്ലാവരും സുപരിചിതനായ ഈശ്വർ മാൽപേ എത്തി. അവിടുത്തെ NDRF എത്തി. ഏതായാലും ആ പാലത്തിൻ്റെ അടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. 52 വയസ്സ് പ്രായമുണ്ട് ഇദ്ദേഹത്തിന്. പനമ്പൂർ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫാൽഗുനി പുഴയിലെ ക്രോസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ കുളൂർ ബ്രിഡ്ജാണ്ട് അടിയിൽ തന്നെയാണ് ഡെഡ് ബോഡി കിടന്നതെന്നും പറയുന്നു. അവിടുന്ന് ചാടാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ ഒക്കുള്ളൂ. ഡ്രൗണിങ് ആകാനുള്ള സാധ്യത ഉണ്ടോ, അതോ ശരീരത്തിൽ വേറെ എന്തെങ്കിലും പരിക്കുണ്ടോ? ഇദ്ദേഹം വീട്ടിൽ നിന്ന് കാറുമായിട്ട് തിരിച്ചതാണ്. ശനിയാഴ്ച രാത്രി വെളുപ്പിന് 3 മണിക്ക് തിരിച്ചതാണ്. ഏതായാലും പോലീസ് വിവരം അറിഞ്ഞപ്പം തന്നെ രാവിലെ തന്നെ സ്ഥലത്തെത്തി. ഇന്നലെ ഞായറാഴ്ച തന്നെ ബോഡി ഈശ്വർ മാൽപ്പയുടെയും മറ്റ് സഹായത്തോടുകൂടി കരക്കെത്തിച്ചു. നമ്മൾ കർണാടക സർക്കാരിൻ്റെയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ നാട്ടുകാരുടെ എല്ലാവരുടെയും കയ്യിൽ ഈശ്വർ മാൽപ്പയുടെ മൊബൈൽ നമ്പറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സേവനം വളരെ വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെയും കണ്ടിരിക്കുന്ന അദ്ദേഹം ആ സ്ഥലത്തു നിന്ന് ആ ഡെഡ് ബോഡി എടുക്കാനായിട്ട് സഹായിച്ചിരിക്കുന്നു പോലീസിൻ്റെ. ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പനമ്പൂർ പോലീസിൻ്റെ അന്വേഷണം ഏത് ലെവലിലോട്ട് പോകും നമുക്ക് തോന്നുന്നു. കാരണം ഇതിനകത്ത് അവർ പ്രാഥമികമായ സംശയം ഡ്രൗണിങ് അല്ലെങ്കിൽ ആത്മഹത്യയിലോട്ട് പോയി എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ സംശയം ഇല്ല, ആത്മഹത്യ അല്ല എന്നാണ് ഇപ്പം തോന്നുന്നത്. കാരണം അങ്ങനെ പോകുന്ന ഒരാളുടെ പ്രവൃത്തി ഈ രീതിയിലായിരിക്കത്തില്ല. കാരണം ഈ കൊല്ലുന്ന ആൾക്കാരുടെ അതിബുദ്ധിയാണ് ആകാനുള്ള സാധ്യത. കാരണം മൊബൈൽ ഫോൺ അവർ കൊണ്ടുപോയില്ല, എറിഞ്ഞു നശിപ്പിച്ചില്ല. കാരണം ആ മൊബൈൽ ഫോണിനകത്ത് ഇങ്ങനെ ആരെയും അവരെ വിളിച്ചിട്ടുണ്ടാവില്ല. അത് പ്ലാൻഡ് മർഡർ ആണെങ്കിൽ അവർ വിളിക്കില്ല. ഈ റൂട്ടിൽ കൂടെ വരുന്ന വഴി മാത്രം അവർ തടഞ്ഞു നിർത്തിയാൽ മതിയല്ലോ. അദ്ദേഹത്തിൻ്റെ മൊബൈൽ കാറിൽ നിന്നെടുത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും, ആളെ അറിഞ്ഞോട്ടെ പിടിച്ചോട്ടെ. അപ്പം ആ രീതിയിലാണ് അവരുടെ പ്രവൃത്തി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതുമായിട്ട് ഒരു കേസ് രജിസ്റ്റർ നേരത്തെ ചെയ്തിട്ടുമുണ്ടല്ലോ. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. പ്രമുഖ കയറ്റുമതി വ്യവസായിയാണ് മുംതാസ് അലി.